എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതാണ് എങ്ങനെയാണ് റിമോട്ട് കാർ ഓടിക്കേണ്ടതെന്നാണ്. കൊച്ചു ചേർക്ക മാറിന് കടക്ക ചേർക്ക ഈ റിമോട്ട് ഇങ്ങനെ പെരിയ പെരിയുടെ ഞാൻ ഓടിച്ച് കാണിച്ചു കൊടുക്കട്ടാ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കാക്കണം. അതിനുശേഷം നമ്മൾക്ക് എന്താ ഫ്രണ്ടിലേക്ക് പോകാത്ത എനിക്കറിയാം എല്ലാവരും നോക്കിയിരുന്നു. ഞാൻ ഇപ്പൊ എന്റെ കാലം വിളിക്കാൻ കയറി വരലടാ. ചെറിയപ്പോ ഫ്രണ്ടിലേക്ക് പോവാൻ ജീപ്പേ ഈ വണ്ടി ബാക്കിൽ തന്നെ വരുന്നത് കൊച്ചാർക്ക കയ്യെടുക്കാൻ റിമോട്ടൊന്നും ചോദിക്കരുത്. നിനക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. ചെറുക്കൻ ഈ ചെക്കൻ്റെ റിമോട്ട് വെച്ച് ചെയ്യണത് എനിക്കറിയാത്ത ആശാൻ അറിയാത്ത പരിപാടി നിനക്കറിയോ? വിടറ കൊച്ചേർക്ക ഞാന് ലാൻഡിയാണ്. മുട്ടിയാമ്പോ അമ്മയ്ക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാൻ തോന്നുന്നുണ്ട്. കുനിഞ്ഞു കിടക്കാം. ഞാൻ ഓടിക്കാം. ഇടിച്ചടിച്ചടിച്ച് ജീപ്പൊക്കെ കൊളാക്കി കയ്യിൽ തരൂ. ഇവൻ എന്തിനാണ് ഈ റിമോട്ട് വാങ്ങിക്കണത്? ഇവനെന്ത് ഓടിക്കാനൊന്നും അറിയില്ല. ലൈസൻസ് ഇല്ലല്ലോ ഈ ചെക്കന്. ലൈസൻസ് ഇല്ലാണ്ട് ഇവൻ എന്തിനാണ് ഇത് ഓടിക്കാൻ പോണത്? വണ്ടി അനങ്ങനെ പോലുമില്ല. ഈ പെട്രോൾ കഴിഞ്ഞാന്ന് തോന്നുന്നുണ്ട്. കർത്താവ് പെട്രോൾ കഴിഞ്ഞ 500 രൂപയ്ക്ക് ഞാൻ അടിച്ചതായിരുന്നല്ലേ. ഓടുന്നില്ലല്ലേ. ആൾക്കാരൊക്കെ പിന്നെ കളിയാക്കൂലമാരാ. എനിക്കറിയേ കൊച്ചാർക്ക വിടറാ. അതായത് നോക്കിക്കോടാ വണ്ടി കണ്ട ഓടണാണ്ടാ. എനിക്കൊന്നും ഓടിക്കാറില്ല. എനിക്ക് ഓടിക്കാറില്ല. നീ എന്റെ എത്ര വലുതാവും അപ്പൊ നിനക്ക് ഞാൻ എടുത്തരാം. അങ്ങനെ പോവണ്ടി അമ്മ നോക്കിയിരുന്നോട്ടെ. ഞാൻ ഓടിക്കണത് കണ്ടോട്ടല്ലേ വരും. ഈ കൊച്ചെറുക്കൻ എന്തേ കാണിക്കണത്? അത് ഓടണില്ലേ. ഞാൻ ഓടിക്കട്ടാ. എന്താണ് ഓടിച്ചറിയാണ്ടിന്റെ റിമോട്ട് തട്ടിപ്പറിച്ച് വാങ്ങിക്കണത്? നീ വലുതാവ്. നീ എന്റെ അത്രക്ക് വലുതാവ്. നിനക്കപ്പ ഞാൻ തരാലോ. ഇതെന്താണത്? ഫോണില്ലേ റിമോട്ടും കേടായ. പരിസരമൊന്നും ശരിയല്ല. ഇതിൽ അംബാനിയുടെ മോനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. നല്ല ബാറ്ററിയുള്ള സാധനം കിട്ടായിരുന്നു. അപ്പനോട് വല്ല സ്വർണ്ണ കമ്പനികൾ തുടങ്ങാൻ പറഞ്ഞാലേ. എന്തായാലും ഉള്ളത് വെച്ചിട്ട് ജീപ്പേ അങ്ങോട്ട് പോയിരിക്കും. അങ്ങനെ ഇനി മാറിപ്പോയി നിൽക്കാം. കാലിൽ മുട്ടണ്ട നേരത്തെ പോലെ. അങ്ങോട്ട് പോണ്ട് അമ്മേ കൊള്ളാതെ കൊച്ചെറുക്കനെ കൊണ്ട് തോറ്റല വിടറാ. ഞാൻ മരിച്ചു ഓടിച്ചട്ടാ. നോക്കിക്കോ പിള്ളേരെ. ഞാൻ ഓടിക്കണം കണ്ടോ. നീ ആദ്യം നോക്കി പഠിക്കുന്ന അല്ലെങ്കിൽ വേണ്ട നീ ഉപയോഗിച്ചോ. മര്യാദക്ക് ഓടിക്കണം. എന്റെ ജീപ്പുമ്പോ തട്ടുമുട്ടൊന്നും പറയരുത്. എന്താണ് ഈ കൊച്ചെറുക്കൻ കാണിക്കണത്? നിനക്ക് ഓടിക്കണം അറിയില്ല. നിങ്ങൾ ചേട്ട ഓടിച്ച് കാണിച്ചു തരാം. എന്നിട്ട് നീ അതേപോലെ പ്രവർത്തിച്ചാൽ മതി കേട്ടോ. വരണ ചേട്ട ഓടിക്കുമ്പോ ഇങ്ങനെ അരിയത്ത് നന്നാക്കിയാൽ വേഗം വരും. കണ്ട അതിന്റെ ഉള്ളിൽ കൊണ്ട് നോക്കണം കേട്ടോ. കണ്ട ചേട്ട ഓടിക്കണ കണ്ട. ഇതാണ് എക്സ്പീരിയൻസ്. അതില്ലാത്ത കാരണമാണ് നീ ഓടിക്കാത്തത്. ഇതെന്തിന്റെ ഉള്ളിൽ പോണില്ലല്ലേ. ഇനിയിപ്പൊ ഞാൻ തന്നെ അറിഞ്ഞ് എന്തെങ്കിലും നീക്കി വെച്ച് ചെയ്യാം. അങ്ങനെ അതിനോടിക്കോ. ചോന ലൈറ്റൊക്കെ കത്തണ്ടില്ല. വേറെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെ പോണേ. ഞങ്ങടെ മാറി നിക്കട കൊച്ചേർക്കാ. നീക്കി വെച്ചാ ജീപ്പ് അങ്ങോട്ട്. അങ്ങനെ അതെന്തെങ്കിലും നീക്കി വെച്ചെങ്കില് ഈ ചേട്ടനോട് പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചാൽ കൊച്ചേർക്ക. അങ്ങനെ അയ്യോ മാറാ നിന്റെ കാലിമ കയറൂടാ. ഈ കാലോട് നീ തള്ളി മാറ്റുക. എന്റെ ജീപ്പനെ നിനക്ക് ഓടിക്കാറാകുമ്പോ ഞാൻ നിനക്ക് തരൂട്ടാ. അങ്ങനെ ചേട്ടൻ റിവേഴ്സ് എടുക്കട്ടെ. നല്ല വണ്ടി എന്താണത് പോവാത്തെ? നീ ഇതില് ഞാൻ പെട്രോൾ അടിക്കാൻ തന്ന കാശ് എടുത്തിട്ട് നീ വേറെ വല്ല കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഓടാത്തത്. ഞാൻ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതാണ്. നീ റിമോട്ടൊന്ന് വിടറാ ചേർക്കാ. ഞാനിതെന്തായാലും റിമോട്ടിന്റെ ഒന്ന് പഠിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട മാന്തി എല്ലാവരും കളിച്ചത്. ഞാനിത് കൊണ്ട് എടുത്ത് വെച്ചിട്ട് വരാം. ഞാനിതിൽ കളിക്കണ്ട. പെട്രോൾ അടിച്ചിട്ടൊക്കെ വേണം ഇനി കളിക്കാൻ. ശുഭം. പോയില്ല